Good morning, students. Welcome to the video. നമ്മൾ മാഗ്നറ്റിക് ടേംസ് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ടേം ഫ്ലക്സ് ഡെൻസിറ്റി. എന്താണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു മാഗ്നറ്റിന് ചുറ്റും ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. Magnetic lines of force. അപ്പോൾ ഈ മാഗ്നറ്റിന് ചുറ്റും ഉള്ള ഈ ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറ്റി പഠിച്ചു. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിന് വെളിയിൽ അത് നോർത്ത് പോളിൽ നിന്ന് എമനേറ്റ് ചെയ്ത് സൗത്ത് പോളിൽ വരും. ഓക്കെ, മാഗ്നറ്റിനകത്ത് നേരെ തിരിച്ചാണ് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ട്രാവൽ ചെയ്യും. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി ബി, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സിമ്പല് ബി ആണ്. ബി ആണ്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് നോൺ ആസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സിമ്പൽ ബി ആണ്. B is equal to phi divided by area. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ടെസ്ല എന്ന് പറയും. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഒരു നിശ്ചിത ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ടെസ്ല. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ബി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സിമ്പല് ബി ആണ്. ബി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് a magnetic circuit is known as flux density. Total number of lines of force per unit area of a magnetic circuit is known as flux density. Unit Tesla അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. ഫ്ലക്സ് ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പൽ ബി ആണ്. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പല് ഫൈ ആണ്. ഏരിയയുടെ സിമ്പല് എ ആണ്. അപ്പോൾ ഒരു നിശ്ചിത ഏരിയയിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്, സിമ്പല് ബി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ, അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പല് ഫൈ ആണ്. ഏരിയയുടെ യൂണിറ്റ് ഏരിയ സൂചിപ്പിക്കുന്ന സിമ്പല് എ ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ, ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറഞ്ഞാൽ ഫൈ ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് magnetic lines of force per unit area of a magnetic circuit is known as flux density. മാഗ്നറ്റിന് വെളിയിലും മാഗ്നറ്റിനകത്തും ഒക്കെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. യൂണിറ്റ് ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ബി. അപ്പോൾ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, ഫ്ലക്സിനെ സൂചിപ്പിക്കാൻ ഫൈ ഉണ്ട്, ഏരിയ സൂചിപ്പിക്കാൻ എ ഉണ്ട്. അതിന്റെ യൂണിറ്റ് ടെസ്ല അഥവാ വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ
എന്തു പറയും? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു നിശ്ചിത ഏരിയയിലുള്ള, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. സിംബൽ ബി, യൂണിറ്റ് ടെസ്ല അഥവാ വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് പെർമിയബിലിറ്റി എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് പെർമിയബിലിറ്റി? ഓക്കെ, നമുക്കറിയാം ഒരു ചെറിയ അയൺ പീസ് ആണ്, ഒരു സോഫ്റ്റ് അയൺ പീസ് രണ്ട് മാഗ്നറ്റിനെ വെക്കുക. ഇത് രണ്ടും മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ്, ഇത് അയൺ പീസ്. ഈ രണ്ട് സോഫ്റ്റ് അയൺ പീസിനിടയിൽ ഒരു രണ്ട് മാഗ്നറ്റിനിടയിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിരിക്കുന്നു. ഓക്കെ, രണ്ട് മാഗ്നറ്റിനിടയിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിരിക്കുന്നു, ഒരു അയൺ പീസ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്? അപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് എയറിനേക്കാളും ഈ അയൺ പീസിനെ ആയിരിക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എയറിലൂടെ പാസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം എടുക്കുന്നത് അയൺ പീസിലൂടെ പാസ് ചെയ്യാൻ ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സോഫ്റ്റ് അയൺ പീസ്, ഒരു അയൺ പീസ് രണ്ട് മാഗ്നറ്റിനിടയിൽ വെക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നത് വായുവിനേക്കാളും ആ സോഫ്റ്റ് അയൺ പീസിലൂടെ ആയിരിക്കും. ആ സോഫ്റ്റ് അയൺ പീസിലൂടെ കടന്നു പോകാനായിരിക്കും ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പ്രിഫറൻസ്, പ്രാമുഖ്യം. അപ്പോൾ രണ്ട് മാഗ്നറ്റിനിടയിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിരുന്നാൽ ഇമാജിനറി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇമാജിനറി ആണ്. ആ ഇമാജിനറി ആയിട്ടുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യാൻ, കടന്നു പോകാൻ ഏത് വസ്തുവിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്? അയൺ പീസിലാണോ എയറിലാണോ? അപ്പോൾ തീർച്ചയായിട്ടും അയൺ പീസിൽ കൂടെ കടന്നു പോകാനാണ് ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നമുക്ക് പറയാം ഈ അയണിന് പെർമിയബിലിറ്റി കൂടുതലാണ്, എയറിനേക്കാൾ കൂടുതൽ പെർമിയബിലിറ്റി അയണിനാന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് the iron has greater permeability. Okay, ഇപ്പോൾ പറഞ്ഞത് a soft iron piece is placed between two magnets. It is seen that magnetic lines of force will prefer to pass through this soft iron piece than air. Okay, air കൂടെ പാസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ആർക്ക്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇതിൽ കൂടെയാണ്, ഈ സോഫ്റ്റ് അയൺ പീസിൽ കൂടെ പോകാനായിരിക്കും താല്പര്യം. അപ്പോൾ നമുക്ക് പറയാം ഈ അയൺ പീസിന് പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു അയൺ പീസ് വെച്ചിരുന്നാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എയറിൽ കൂടെ പോകുന്നതിനേക്കാൾ താല്പര്യം ഈ അയൺ പീസിൽ കൂടെ കടന്നു പോകാനായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം അയൺ പീസിന് അല്ലെങ്കിൽ അയണിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അയൺ ഹാസ് ഗ്രേറ്റർ പെർമിയബിലിറ്റി. If we place a soft iron piece between two magnets, രണ്ട് മാഗ്നറ്റിനിടയിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിരുന്നാൽ the magnetic lines of force will prefer to pass through this iron piece than air. വായുവിൽ കൂടെ കടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഈ അയൺ കോറിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും താല്പര്യം. എയറിനേക്കാളും പാസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് അയൺ പീസിനെ ആയിരിക്കും. അയൺ പീസിലൂടെ കടന്നു പോകാനായിരിക്കും ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് താല്പര്യം. അതുകൊണ്ട് നമുക്ക് പറയാം അയണിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അയണിന് പെർമിയബിലിറ്റി കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അയണിനാണ് ഇവിടെ പെർമിയബിലിറ്റി കൂടുതൽ എയറിനേക്കാളും. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ, ഈ അയൺ പീസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണല്ലോ, അതിൽ കൂടെ ആർക്ക് കടന്നു പോകാനുള്ള താല്പര്യമാണ് കൂടുതൽ?
മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ആ താല്പര്യത്തെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൂടെ ആ ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് ഈ പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി മേ ബി ഡിഫൈൻഡ് as the conducting power ആർക്കുള്ള ഫോർ lines of force on magnetic materials as compared with air. എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ കടന്നു പോകാനുള്ള ആ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. എയറിനെ അപേക്ഷിച്ച്, വായുവിനെ അപേക്ഷിച്ച് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ കൂടെ കടന്നു പോകാനുള്ള ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആ പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് പവറാണ്. കടന്നു പോകാനുള്ള ഒരു കഴിവാണ് ഈ പെർമിയബിലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആർക്ക്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്. അപ്പോൾ കടന്നു പോകാനുള്ള അവസരം വരുമ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തീർച്ചയായിട്ടും എയറിനെ അപേക്ഷിച്ച് പ്രിഫർ ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ആയിരിക്കും. അയൺ പോലെയുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ആയിരിക്കും. അപ്പോൾ പെർമിയബിലിറ്റി ഡിഫൈൻ ചെയ്താൽ ഇങ്ങനെ വരും. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കണ്ടക്ടിങ് പവർ ആണ്. ഏതിലൂടെയുള്ള? അയൺ പീസ് പോലെയുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസിലൂടെ കടന്നു പോകാനുള്ള ആ കണ്ടക്ടിങ് പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. വായുവിനെ അപേക്ഷിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൂടെ കടന്നു പോകാനുള്ള ആ കണ്ടക്ടിങ് പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കണ്ടക്ടിങ് പവർ. കടന്നു പോകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് പെർമിയബിലിറ്റി. എന്തിന്റെ? കണ്ടക്ടിങ് പവർ ഫോർ ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഉള്ള കണ്ടക്ടിങ് പവറിനെ ആണ് പെർമിയബിലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. എതിലെയുള്ള? ഓൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അയൺ പീസ് പോലെയുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ കൂടെ കടന്നു പോകാനുള്ള ആ കണ്ടക്ടിങ് പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് കമ്പയർഡ് വിത്ത് എയർ. എയറിനെ അപേക്ഷിച്ച് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ കൂടെ കടന്നു പോകാനുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കണ്ടക്ടിങ് പവറിനെ വിളിക്കുന്ന പേരാണ് ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കടന്നു പോകാനുള്ള കഴിവ്, കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ്. ഏതിലൂടെ? മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ കടന്നു പോകാനുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടിങ് പവർ. കടന്നു പോകാനുള്ള കഴിവ്. ആർക്ക്? ഫോർ ലൈൻസ് ഓഫ് ഫോഴ്സ്. ഏതിലൂടെ? മാഗ്നറ്റിക് മെറ്റീരിയൽ. ആസ് കമ്പയർഡ് വിത്ത് എയർ. എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ കടന്നു പോകാനുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആ കണ്ടക്ടിങ് പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. കണ്ടക്ടിങ് പവർ, കടന്നു പോകാനുള്ള കഴിവ്. ആർക്ക്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ. ഇതിലൂടെ? മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ. ഓക്കെ, ഇനി അതിന്റെ സിമ്പൽ എന്താന്ന് പഠിക്കണം. പെർമിയബിലിറ്റിയുടെ സിമ്പല് മ്യൂ ആണ്. പെർമിയബിലിറ്റിയുടെ സിമ്പല് മ്യൂ ആണ്. മ്യൂ അന്ന് പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സിമ്പൽ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ബി ഡിവൈഡഡ് ബൈ magnetizing force. മാഗ്നറ്റൈസിംഗ് ഫോഴ്സിന്റെ സിമ്പല് H. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കണ്ടക്ടിങ് പവർ ആണ്. ഏതിലൂടെയുള്ള? മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെയുള്ള. ഓക്കെ, എയറിനെ അപേക്ഷിച്ച് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ കടന്നു പോകാനുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കണ്ടക്ടിങ് പവറിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റിയുടെ സിമ്പൽ മ്യൂ ആണ്.
mu എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. ഫ്ലക്സ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, അതായത് B ഡിവൈഡ് ബൈ H. Permeability mu is equal to flux density B divided by magnetizing force H. Okay.